ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ തിരുമൂഴിക്കുളം ദേവസ്വം, അതിൻ്റെ കീഴിലുള്ള ഈ മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസ ആചരണവും അതുപോലെ തന്നെ നാലമ്പല തീർത്ഥാടനവും ഇവയുടെ സമാരംഭ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എന്താണ് ഈ നാലമ്പല തീർത്ഥാടനം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ശ്രീരാമക്ഷേത്രത്തിൽ ആദ്യ സന്ദർശനം, അതിനുശേഷം തുടർന്ന് ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നു. അതിനുശേഷം തിരിച്ച് വീണ്ടും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. അതാണ്, എനിക്കറിയില്ലായിരുന്നു എന്താണിത് എന്നുള്ളത്. എന്നോട് ശ്രീ മാനസിക രാമപുരത്ത് വളരെ പ്രസിദ്ധമായ നാലമ്പല ഇതുപോലുള്ള ക്ഷേത്ര സന്ദർശനവും ഭക്തിനിർഭരമായിട്ടുള്ള ചടങ്ങുകളുമുണ്ട്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ ഈ പ്രദേശം മാറി എന്നുള്ളത് വസ്തുതയാണ്. നമുക്കിവിടെ നമുക്കറിയാം, നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് രാമായണ മാസത്തോട് ചേർന്ന് കടന്നു വരുന്നവർ ഈ സമീപ പ്രദേശങ്ങളുള്ളവർ മാത്രമല്ല, ദൂരദിക്കുകളിൽ നിന്നുള്ളവർ പോലും കടന്നു വരുന്ന മനോഹരമായ കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. പടയാർ കരയപ്രമുഖമായി ബന്ധിപ്പിച്ച് കടുത്തുരുത്തി മണ്ഡലത്തിൽ മുട്ടിച്ചറയിൽ വന്ന് ചേർന്ന റോഡാണ് രണ്ടാമത്തെ പദ്ധതി. 220 കോടി രൂപയുടെ പദ്ധതിയാണെങ്കിലും അതിൽ ആവശ്യമായ ഫണ്ട് കിട്ടാത്തത് മൂലം വർക്കെടുത്ത കരാറുകാരൻ, കേരളത്തിലെ ഏറ്റവും നല്ല കോൺട്രാക്ടർമാരാണ് എടുത്തതെങ്കിലും മൂവാറ്റുപുഴയിലെ മേനിമാല ഗ്രൂപ്പാണ് അവരാ വർക്ക് നിർത്തിവെക്കുന്നതായി ഗവൺമെൻറ് നോട്ടീസ് കൊടുത്തു. ഞങ്ങൾക്ക് ഇടപെട്ട് കുറേ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോൾ അതിൻ്റെ പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന ശ്രമം കൂടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ നമുക്ക് അമ്പലപ്പുഴയിൽ നിന്ന് വെള്ളൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ പോകുന്ന റോഡ് ഇപ്പോൾ നന്നാക്കാൻ കഴിയാത്ത നിലയിൽ തന്നെ നിൽക്കുകയാണ്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന സർക്കാർ തലത്തിൽ കാര്യമായ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 2 MLA-മാരും ഐക്യ MLA ഉൾപ്പെടെ 3 MLA-മാർ ഈ 2 വിഷയത്തിൽ ബന്ധപ്പെട്ട് നിന്ന് ഈ കാര്യങ്ങൾ ബഹുമാനായ PWD മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൽ വീണ്ടും ഒരു ഇടപെടൽ കൂടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ റോഡിൻ്റെ കാര്യത്തിൽ ജർമ്മൻ കമ്പനി കഴിഞ്ഞ ദിവസം വിസിറ്റ് ചെയ്തിരുന്നു. അവർ വീണ്ടും നമ്മുടെ പ്രോജക്റ്റ്, ഇപ്പോൾ ആ പ്രോജക്റ്റ് ടെർമിനേറ്റ് ചെയ്തു, വീണ്ടും ആ പ്രോജക്റ്റ് റീടെൻഡർ ചെയ്ത് നടപ്പാക്കാം എന്ന നിലയിലേക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കുറേ കഷ്ടപ്പാടുകൾ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ നാലമ്പല ദർശനത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്ന് ശ്രമിച്ചെങ്കിലും അതിന് കഴിയാതെ വന്നിട്ടുണ്ട്. മുന്നോട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് വീണ്ടും സർക്കാർ തലത്തിൽ നടത്തേണ്ടതായിട്ടുള്ളത്. അതിനെ ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമങ്ങൾ തുടരുകയും പരമാവധി വേഗത്തിൽ ഈ കാര്യങ്ങളൊന്ന് പരിഹരിച്ച് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. ക്ഷേത്രക്കുളത്തിൻ്റെ കാര്യത്തിൽ കടുത്തുരുത്തി മണ്ഡലവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രക്കുളങ്ങളുടെ നവീകരണത്തിന് ബഡ്ജറ്റിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രോജക്റ്റിൽ നമ്മുടെ മുളക്കുളം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളങ്ങൾ നേരത്തെ കുറേ ഫണ്ടൊക്കെ വെച്ച് ഏകദേശം ചെയ്തതാണ്. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹകരണം കൂടി നമുക്ക് വേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് തുടങ്ങിയ ഒരു വർക്ക് അവിടെ ഇടയ്ക്ക് മുടങ്ങിപ്പോയിട്ടുണ്ട്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനുള്ളത് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടോ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ഇറിഗേഷൻ വഴി ഇപ്പോൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ കൊണ്ടുവന്ന വർക്ക് മുളക്കുളം ക്ഷേത്രത്തിൽ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. ബഹുമാനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ സഹകരണം അക്കാര്യത്തിൽ നമുക്ക് തേടാവുന്നതാണ്. അദ്ദേഹം അക്കാര്യത്തിൽ സഹായിക്കുമെന്നൊക്കെ വിശ്വാസമുണ്ട്. എങ്കിലും അത് സ്റ്റോപ്പ് ചെയ്ത് തരുന്നതിന് വേണ്ടി ഉള്ള സഹായം അദ്ദേഹം ചെയ്താൽ നമുക്കിപ്പോൾ ഈ പ്രോജക്റ്റിനകത്ത് ക്ഷേത്രകുളത്തിൻ്റെ കുറേ ഭാഗമെങ്കിലും തൃപ്തികരമായി നന്നാക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ബുദ്ധിമുട്ട് മാറ്റി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.